ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് മോർണിംഗ് ബാൽക്കണിയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഓർമ്മ വരുന്നത് ഇന്ന് ഫ്രൈഡേ ആണല്ലോ എന്ന്. പിന്നെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായി, ഇന്ന് എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇന്ന് എന്താ ഈസി ആയിട്ട് ലഞ്ചിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ മലപ്പുറത്തുകാരുടെ സ്പെഷ്യലായ തേങ്ങാച്ചോറ് മനസ്സിലേക്ക് വരുന്നത്. കാര്യം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ നല്ല സൽക്കാരങ്ങളും ഭക്ഷണത്തിലൂടെ സ്നേഹം മാത്രം വിളമ്പുന്ന നാടായ പൊന്നാനിയിലാണെങ്കിലും ഇത് ഞാൻ ആദ്യമായി കഴിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടായ പെരിന്തൽമണ്ണയിൽ നിന്നാണ്. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ കുഞ്ഞു സാമ്രാജ്യമായ എൻ്റെ കിച്ചണിലോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എന്തിന്? നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയാക്കാനേ. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് പാലക്കാടൻ മട്ട അല്ലെങ്കിൽ നമ്മുടെ പുഴുങ്ങലേരിയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ റൈസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ദെൻ ഇതാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്: അരി, തേങ്ങ, പിന്നെ ഉലുവ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. ഇനി കുക്കറിലോട്ട് റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായ ചെറിയ ഉള്ളി കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. തേങ്ങ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉലുവയാണ്. കൂടുതലൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ. ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കുക. വെള്ളമായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ കൈ തട്ടി നന്നായി മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അതിന് കിട്ടുമല്ലോ. ദെൻ പിന്നെ അതിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് സൈഡ് ഡിഷായി വേണ്ട ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് വേണ്ടത് ഞാൻ സജസ്റ്റ് ചെയ്യുക ബീഫാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ചിക്കൻ ഉള്ളത് കൊണ്ട് ചിക്കനാണ് ഞാൻ യൂസ് ചെയ്തത്. തേങ്ങാച്ചോറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് തന്നെയാണ്. അതിനെ വെല്ലാൻ ഒരു ചിക്കനെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.